welcome back to our channel Kulu and Chimu. ഇന്നിതാ നമ്മൾ ദുബായിലെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലോട്ടേക്ക് പോകുവാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നതാണല്ലോ നല്ലത്. അപ്പം നമ്മൾ കരുതി കുറച്ച് ബൾക്കായിട്ട് വാങ്ങാമെന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ടേക്ക് വിട്ടത്. ദുബായിലെ അൽ അവേർ എന്ന് പറഞ്ഞ പ്ലേസിലാണ് ഈ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ ഒന്ന് കറങ്ങി തിരിയേണ്ടി വന്നു. അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബട്ട് നമ്മളവിടെ എത്തിയത് നമുക്ക് പെട്ടെന്ന് തന്നെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എൻട്രൻസിലോട്ടേക്ക് കടന്നു. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പോയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെടുക്കുമ്പോഴും നമുക്ക് രണ്ട് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം റേറ്റ് നമുക്ക് കുറച്ച് തരും. ചിലർ തീരെ കുറച്ച് തരില്ല, എന്നാലും അത്യാവശ്യം ബാർഗനിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞാനായാലും ചുമ്മായാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും എടുക്കുന്നവരെ 2 ബോക്സ് വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മളിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചത് മാംഗോയും ചെറി, പിന്നെ പൈനാപ്പിൾ, സ്ട്രോബെറി, റംബൂട്ടാൻ, പിന്നെ നമ്മളെടുത്തത് ഇതില്ല സ്വീറ്റ് മലണില്ലേ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തില്ല, ചിമ്മു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്, യെല്ലോ കളർ. എനിക്ക് എന്തോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, പക്ഷേ ചിമ്മുവിനും കുട്ടിക്കും അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ യെല്ലോയിഷ് കളർ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇലകളും വാങ്ങിയിട്ടുണ്ട്. പാലക്കും അതുപോലെ തന്നെ ഉലുവ ചീരയാണ് വാങ്ങിയത്. അത് വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നമ്മളത് രണ്ടുപേരും 2 കെട്ടായിട്ട് തന്നെ എടുത്തത്. പിന്നെ അവിടുത്തെ ചെറി എടുത്ത് പറയേണ്ടതാണ്, നല്ല മധുരമായിരുന്നു. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടാണ് ഓരോ ഫ്രൂട്ട് എടുത്തത്. അവരെല്ലാം ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ മാങ്ങയും എടുത്ത് പറയേണ്ട ഒരെണ്ണമായിരുന്നേ. നല്ല മധുരമായിരുന്നു. മധുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ, നല്ല ക്വാളിറ്റി ആയിരുന്നു. ഒരു ബോക്സ് തന്നെ ഏകദേശം ഒരു 16ഓളം മാങ്ങ വരുന്നുണ്ട്. അപ്പം അത് നല്ലൊരു വേർത്തായിരുന്നേ. നമ്മൾ ഫുഡ് കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ടേസ്റ്റ് നോക്കി നമ്മുടെ വയറ് ഫുള്ളായി കേട്ടോ. എന്തെടുക്കുമ്പോഴും നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ നമ്മുടെ വയറും അത്യാവശ്യം നന്നായിട്ട് ഫുള്ളായിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ. ഇത് നമ്മളെ ചെറിയ ടൊമാറ്റോ, അത്യാവശ്യം നല്ല പഴുത്തതും നല്ല മധുരമുള്ള ടൊമാറ്റോ ആയിരുന്നു. നമുക്ക് സാലഡിലൊക്കെ കട്ട് ചെയ്തിടാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. ഇതിപ്പോൾ ആൾ ബോക്സിൽ നിന്ന് എടുക്കുന്നത് ഞാറക്ക എന്ന് പറയും. എൻ്റെ നാട്ടിൽ ഇതിന് വേറെ ഒരു പേരാണ് പറയുക.
പിഞ്ഞാണിക്ക എന്ന് പറയും. പക്ഷേ എല്ലാവരും ഞാറക്ക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവാം. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അധികം ഈ ഒരു മഴ സീസണിലാണല്ലോ ഇത് ഉണ്ടാകുന്നത്. അധികം ഞാനത് രാവിലെ തന്നെ പെറുക്കാൻ വേണ്ടി പോകും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നമ്മളൊന്നിച്ചിട്ട് പോയി നമ്മളടുത്ത വീട്ടിലൊരു വല്യമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവരുടെ വീട്ടിലാണ് ഈ മരം ഉള്ളത്. വലിയ മരമാണ്, കുറേ ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാനത് ഉപ്പും കൂട്ടിയിട്ടാണ് കഴിക്കുക. അപ്പം നല്ല ടേസ്റ്റാണ്. ഒരു കാറ്റടിച്ചാൽ തന്നെ ഞാൻ വേഗം ഓടിപ്പോയിട്ട് നോക്കും ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട്. പക്ഷേ ഇവിടെ ഉള്ളതിന് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല. പിന്നെ ആണെങ്കിൽ നല്ല റേറ്റും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഞാറൊക്കെ വാങ്ങിച്ചിട്ടില്ല. ഇതൊരു ഡേറ്റ്സിൻ്റെ സ്റ്റാളാണ്. അപ്പം ഇവിടെ പലതരത്തിലുള്ള ഡേറ്റ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് പച്ചയും നല്ല പഴുത്തതും മീഡിയം ലെവൽ പഴുത്തതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡേറ്റ്സ് നമുക്കവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പം നമ്മളവിടെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.